ഇന്നിവിടെ തയ്യാറാക്കാൻ പോണത് കാട ഫ്രൈ ആണ്. അതിനായിട്ട് ഒരു 4 കാട ഞാൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്ത കാടയാണ്. ഇതുപോലെ മീൻ വരയണ പോലെ വരഞ്ഞ് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. നിങ്ങളും ചെയ്യുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കണം. മസാലക്കൂട്ടൊക്കെ ഇതിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ടാണ് നമ്മളിതുപോലെ വരഞ്ഞെടുക്കണത്. അപ്പോൾ ഇതിൻ്റെ മസാലക്കൂട്ടുകൾ തയ്യാറാക്കിയാലോ. തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, പിരിയൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈ 4 പൊടികളും ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ടീസ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതാണത്. ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് പകർത്തിയിട്ടുണ്ട്. ചതച്ച പിരിയൻമുളക് ഇട്ട് കൊടുക്കാം. മസാലക്കൂട്ടുകൾ നന്നായി കാടയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും വേണമെങ്കിൽ തയ്യാറാക്കാം. കാട ഇട്ട് കൊടുക്കാം. രണ്ട് ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. പെരിഞ്ജീരകവും കുത്തുമുളകും എല്ലാ ചേരുവകളും ചേർന്ന നല്ലൊരു കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. നല്ല ടേസ്റ്റുള്ള കാട ഫ്രൈ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക.